Gift sponsored by Admin Solution Haripad. Wow! ഒരു കുക്കറാണ് ലഭിച്ചിരിക്കുന്നത്. 2 കിലോ അരി വേവിക്കാം. 5 ഗെയിം ആണെങ്കിൽ ക്രിസ്മസ് ആണ്, ബൈബിൾ റിലേറ്റഡ് മതി. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു റെഫറൻസ് പറയും, ആ റെഫറൻസിലെ വാക്യം ഓഡിയൻസിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ഉത്തരം പറയാം. ഏറ്റവും ആദ്യം വരുന്ന ആളായിരിക്കും വിജയ്. ഓക്കെ, ഞാൻ റെഡി. ഓക്കെ, അപ്പം ചോദ്യം ഇതാണ്. എബ്രായർ 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും. നശിപ്പിച്ചല്ലോ, ഞാൻ അവരോട് ചോദിച്ചതല്ലേ. സോറി, ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് ഞങ്ങളുടെ ഗെയിം. ഞങ്ങളൊരു വാക്യം റെഫറൻസ് പറയും, അതിലെ വാക്യം നിങ്ങൾ ഇവിടെ വന്ന് പറയണം. അവരായിരിക്കും ആ ഗെയിമിലെ വിജയി. അപ്പൊ റെഡിയല്ലേ? ഒന്ന് കൈയടിച്ചേ. കാരിച്ചാലിന്റെ ശക്തി അങ്ങോട്ട് കാണട്ടെ. കൈയടി പോരാ. കാരിച്ചാൽ. അപ്പം ചോദ്യം. ഓക്കെ, റെഡി. സങ്കീർത്തനം 117:1. ഏറ്റവും ആദ്യം കടന്നു വരുന്ന ആളായിരിക്കും വിജയ്. ഏറ്റവും ആദ്യം കടന്നു വന്ന് അവിടെ നിന്ന് പറയരുത്, മുന്നോട്ട് കടന്നു വരണം എന്ന്. അതിനുശേഷം മാത്രമേ ഞങ്ങൾ ഉത്തരം അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. മുന്നോട്ട് വരിക, കടന്നു വരിക സുഹൃത്തുക്കളെ. എനിക്ക് തോന്നുന്നു കാര്യശാക്കാരും ബൈബിൾ എടുക്കാതെ വന്നേന്ന്. അതിന്റെ പ്രശ്നമായിരിക്കും. ആരുടെയെങ്കിലും കയ്യിൽ ബൈബിൾ ഉണ്ടോ? ട്വിസ്റ്റ്. ബൈബിൾ ഇപ്പൊ കയ്യിലുള്ള ഒരാൾ ഈ ഗെയിമിന്റെ വിജയിയായി ഞങ്ങൾ പ്രഖ്യാപിക്കും. ബൈബിൾ കയ്യിലുള്ളവർ മുന്നോട്ട് കടന്നു വരിക. ഹോളി നൈറ്റ് വരുമ്പോ ആരെങ്കിലും ബൈബിൾ അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവും പറയിപ്പിച്ചിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിക്കാം. 23-ാം സങ്കീർത്തനം അറിയാവുന്നവർ മുന്നോട്ട് വന്ന് പറയേണ്ടതാണ്. അച്ഛാ നോക്കിക്കോണേ, ഇവിടെ ആരാ പറയാതിരിക്കുന്നതെന്ന്. 23-ാം സങ്കീർത്തനം. കയ്യടി കൊടുത്തേ, നല്ലൊരു കയ്യടി കൊടുത്തേ. ചേച്ചി ആദ്യം പേര് പറയണേ. യഹോവന്റെ ഇടയനാന്നു, എനിക്ക് മുട്ടുണ്ടായില്ല. പച്ചയായ പുൽപ്പറ എടുത്തുന്നു, സ്വസ്ഥത എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമത്തെ നീതി കൂടി നീ എന്നോട്. കഴിവുള്ളവരെ അംഗീകരിക്കാൻ മടിയില്ലാത്തവരാണ് നമ്മൾ കാരിച്ചാക്കാർ. കൊടുക്ക നല്ലൊരു കയ്യടി. ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ഇവിടെ വന്ന് പറയാനുള്ള സ്പിരിറ്റ് കാണിച്ച ആന്റിയുടെ പേരെന്തായിരുന്നു? റീന ബോബിക്ക് ഒരു സമ്മാനം കൊടുക്കാം. ഹോളി നൈറ്റ് 2K25 ഗെയിം സ്പോൺസർഡ് ബൈ അഡ്മിൻ സൊല്യൂഷൻ ഹരിപ്പാട്. സമ്മാനം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മനോജ് അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അച്ഛൻ എവിടെ? വാക്യം പറയാത്തതിന്റെ വിഷമത്തിലാന്ന് തോന്നുന്നു. അച്ഛനെ ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഹോളി നൈറ്റിന്റെ ജോയിന്റ് കൺവീനറായ ജോർജ് കേസിയെ ഈ സമ്മാനം നൽകുന്നതിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കൊടുക്കാം നല്ലൊരു കയ്യടി. റീന ചേച്ചിക്ക് ബാക്കിയോട് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നമ്മളങ്ങ് ബ്ലോക്ക് ചെയ്തതാണ്. ചേച്ചിക്ക് ഫുൾ അറിയാം. ആ സ്പിരിറ്റ് കാണുമ്പോഴേ അങ്ങനെ നല്ലൊരു കയ്യടി. ഹോളി നൈറ്റ് 2K25 ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ അഡ്മിൻ സൊല്യൂഷൻ ഹരിപ്പാട്. നമുക്ക് എന്താ സമ്മാനം എന്ന് കാണട്ടെ. ഇത് കഴിയുമ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻ എല്ലാവരും കയറി വരണമെങ്കിൽ ഇത് എന്താണെന്ന് നമുക്ക് കാണണം. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. തുറന്നു നോക്കിക്കോളൂ. തുറക്കട്ടെ. ഇതെന്താന്ന് അറിയണ്ടേ? ഒന്ന് കൈയടിച്ചേ. ഓക്കേ. ഒരു കുക്കറാണ് ലഭിച്ചിരിക്കുന്നത്. 2 കിലോ അരി വേവിക്കാം. താങ്ക് യു അഡ്മിൻ സൊല്യൂഷൻ. താങ്ക് യു.